പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, ഈ ഡിവോഷൻ സ്റ്റഡീസ് എത്തിക്കുന്ന സകലർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. റോമാലേഖനം 5-ാം അധ്യായം 3, 4, 5 വാക്യങ്ങൾ. റോമൻസ് ചാപ്റ്റർ 5 verses 3, 4 and 5. അതുതന്നെയല്ല കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നുവെന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. ഈ ലോകം മുഴുവനും കഷ്ടത കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു അണ്ടർസ്റ്റേറ്റ്മെൻ്റ് അല്ലേ? പല വിധത്തിലുള്ള കഷ്ടങ്ങളിൽ കൂടെ ഓരോരുത്തർ കടന്നു പോകുന്നത്. 2-3 വർഷം മുമ്പ് വലിയൊരു പാൻഡമിക്കിൽ കൂടെ നമ്മൾ കടന്നു പോകേണ്ടതായിട്ട് വന്നു അല്ലേ? ലോകം മുഴുവൻ കഷ്ടതയാൽ നിറയപ്പെടേണ്ട ഒരവസ്ഥ വന്നായിരുന്നു. നമുക്കതൊക്കെ ഓർമ്മയുണ്ട്. അതൊരു റിയാലിറ്റി ആയിരുന്നു അല്ലേ ദൈവമക്കളെ? ഹല്ലേലൂയ. അങ്ങനെയൊക്കെ വരുമ്പോൾ ഭാവി ഏറ്റവും സുരക്ഷിതമായിരിക്കുന്നത് നമ്മുടെ കർത്താവിൻ്റെ കയ്യിലാണ്. ഭയവും ആകുല ചിന്തയും ഓരോ ദിവസവും നമ്മെ ഭരിക്കുമ്പോൾ അത് നമ്മെ തളർത്തിക്കളയത്തേ ഉള്ളൂ അല്ലേ? നമ്മൾക്ക് തോന്നും അതെല്ലാം ഒരു നാച്ചുറൽ ഫീലിംഗ് ആണ്. അങ്ങനെയുള്ള സംഗതികളൊന്നും നമ്മുടെ ജീവിതത്തിൽ ഇല്ലെന്ന് പ്രിറ്റൻഡ് ചെയ്തുകൊണ്ട് നടക്കാനും നമുക്ക് പറ്റത്തില്ല. പക്ഷെങ്കിൽ ഏത് പ്രതികൂലത്തിൻ്റെ മധ്യയും കുഞ്ഞെ, അത് നിന്നെ ഭരിക്കുവാൻ നീ അനുവദിച്ചാൽ ശത്രു നിൻ്റെ ജീവിതത്തിൽ പിടിമുറുക്കുമെന്ന് ഓർത്തോണം. ശത്രുവിനൊരു ഫുട് ഹോൾഡ് നിൻ്റെ ജീവിതത്തിൽ നീ കൊടുക്കരുത്. ശത്രു വരുന്നത് തന്നെ മോഷ്ടിപ്പാനും കൊല്ലുവാനും നശിപ്പിക്കുവാനുമാണ് അല്ലേ? അതിനവൻ ഉപയോഗിക്കുന്ന അവൻ്റെ ഒരു ഫേവറേറ്റ് ടൂളുണ്ട്, ഒരായുധം. അതെന്താണെന്നറിയാമോ? ഭയമാണ്. പ്രൈസ് ഗോഡ്. എത്ര പ്രാവശ്യം ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, ഭയപ്പെടരുത്, ഫിയർ നോട്ട്. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ജയം നേടിയെടുക്കുവാൻ തക്കവണ്ണം നമ്മൾ നമ്മുടെ സ്വന്തം വിവേകത്തിലൂന്നാതെ, സ്വന്തം ശക്തിയിൽ ആശ്രയിക്കാതെ ദൈവവചനത്തിൽ ആശ്രയിച്ചോണം, ദൈവത്തിൽ ആശ്രയിച്ചോണം. കാരണം സകലത്തെയും ഓവർകം ചെയ്ത കർത്താവിൽ നമുക്ക് ആശ്വസിപ്പാൻ കഴിയണം. ജീവിതത്തിൽ വരുന്ന ഓരോ ഹാർഡ്ഷിപ്സും ഓർത്തുകൊള്ളണമേ, യേശുവിനെ ഒന്നുകൂടെ നന്നായി അറിയാനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഒന്നുകൂടെ അവനെപ്പോലെ ആയിത്തീരുവാൻ തക്കോണം ദൈവം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തരുന്ന അവസരമാണെന്ന് വിചാരിപ്പാനായിട്ട് കഴിയുന്നുണ്ടോ? പ്രൈസ് ഗോഡ്. ദൈവ പൈതലേ, ജീവിതത്തിലെ സഫറിങ് എല്ലാവർക്കും വരും. വിശ്വാസികൾക്കും വരും, അവിശ്വാസികൾക്കും വരും. പക്ഷേ ആ റിയാലിറ്റി നാം ഫേസ് ചെയ്തേ പറ്റത്തുള്ളൂ. ഏതെല്ലാം ഫോമിൽ വന്നാലും, ഏതെല്ലാം ഇൻറ്റൻസിറ്റിയിൽ വന്നാലും, ചിലപ്പോൾ നമ്മുടെ തന്നെ കുഴപ്പം കൊണ്ട് വരാം, ചിലപ്പോൾ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് വന്ന കുഴപ്പം കൊണ്ട് വരാം. എന്നാൽ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ലോകത്തിൽ നമുക്ക് കഷ്ടം ഉണ്ട് എന്ന്. അതുകൊണ്ട് ചില അഡ്വേഴ്സിറ്റീസ് ഒന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? അതിൽ കൂടെ കുഞ്ഞെ നീ എങ്ങനെ മുന്നോട്ട് പോകും? ഹല്ലേലൂയ. ജീവിതത്തിൽ സംഭവിക്കുന്നത് നമ്മുടെ കർത്താവ് അറിയാതെയല്ല ഒന്നും. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നമ്മുടെ ദൈവത്തിനൊരു സർപ്രൈസുമല്ല. കഷ്ടതകളൊക്കെ അതിൻ്റെ വഴിയെ വരും. ഹല്ലേലൂയ. എന്നാൽ നമുക്ക് എത്രത്തോളം പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നുള്ള ദൈവത്തിനറിയാം. ചിലപ്പോൾ നാം എക്സ്പീരിയൻസ് ചെയ്യാത്ത അനുഭവത്തിൽ കൂടിയായിരിക്കും നാം കടന്നു പോകുന്നത്. പക്ഷെ നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ രക്ഷ നഷ്ടപ്പെടുത്താതെ നമ്മുടെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. നമ്മുടെ ഓരോ സഫറിങ്സും ഓർത്തുകൊള്ളണേ, ദാറ്റ് സെർവ്സ് ആസ് എ റിമൈൻഡർ ഓഫ് വാട്ട് ജീസസ് എൻഡ്യൂർഡ് ഓൺ ദ ക്രോസ്. ക്രൂശിൽ അവൻ സഹിച്ചതിനെ
നമ്മെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുക. അതുകൊണ്ട് എന്തൊക്കെ സെറ്റ് ബാക്സ് ജീവിതത്തിൽ ശത്രു കൊണ്ടുവന്നാലും ഓർത്തോണം, കർത്താവ് കരം പിടിച്ച് നമ്മെ വലിയൊരു വേലയ്ക്ക് വേണ്ടി മുന്നോട്ട് കൊണ്ടുവരിക. അവനൊരു കിങ്ഡം പ്ലാനുണ്ട്. നാം ആ പ്ലാനിനകത്ത് നിൽക്കണം. യേശു കർത്താവ് മരിച്ചിടത്തു നിന്ന് ഉയർത്തെഴുന്നേറ്റ് വന്നവനാ, നമുക്കതറിയാം. അവൻ്റെ ആ പുനരുത്ഥാന ശക്തി, ആ ഉയർപ്പിൻ്റെ ശക്തി അതിന്ന് നമ്മുടെ ഉള്ളിലില്ലേ? അവൻ്റെ ശക്തി നമ്മുടെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നതായിട്ട് കഴിഞ്ഞ കാലങ്ങളിൽ ദൈവപൈതലെ നീ അനുഭവിച്ചിട്ടില്ലേ? നമുക്ക് അവനിൽ റെസ്റ്റ് ചെയ്യാം. ഹിസ് വർക്ക്സ് ആർ ഓൾ ഗുഡ് ആൻഡ് വാട്ട് ഹി വർക്ക്സ് ഫോർ അസ് വിൽ ബ്രിങ് ഗുഡ് ഫോർ അസ്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അതുകൊണ്ട് വരുന്ന ട്രയൽസ് എല്ലാം നമ്മെ ഒന്നുകൂടെ റിഫൈൻ ചെയ്ത് എടുത്ത് ക്രിസ്തു സ്വഭാവത്തോടെ നമ്മെ അനുരൂപരാക്കി തീർക്കും അവൻ. നമ്മുടെ ലിമിറ്റഡ് വിഷൻ, കാഴ്ചപ്പാടൊന്നും മാറ്റിയിട്ട് ഈ സീസണിൽ നമ്മുടെ ദൈവത്തിൻ്റെ പേർപ്പസ് നമ്മെക്കുറിച്ച് എന്താണെന്നുള്ളത് അവൻ നമ്മെ മനസ്സിലാക്കി തരും. അവൻ്റെ സ്ട്രെങ്ത്തിൽ നമുക്ക് ആശ്രയിപ്പാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. അവൻ നമ്മെ കൂടുതൽ എൻകറേജ് ചെയ്യട്ടെ. അവനൊരിക്കലും നമ്മെ നിരാശപ്പെടുത്തുന്നതല്ല. ശത്രു നമ്മളെ നിരാശപ്പെടുത്തും, പ്രൈസ് ഗോഡ്. പക്ഷേ കർത്താവ് നമ്മളെ എപ്പോഴും ഉയർത്തിയെടുക്കുവാനാണ് ശ്രമിക്കുന്നത്. അവൻ്റെ സന്നിധിയിൽ ഒന്ന് സറണ്ടർ ചെയ്ത് കൊടുത്തേ. അവൻ നീ താണു പോകുവാൻ, വീണു പോകുവാൻ ഒരിക്കലും അനുവദിക്കത്തില്ല. ഈ വേർഡ് ഉണ്ടല്ലോ, എൻഡ്യൂറൻസ് എന്ന് പറയുന്നത്, പ്രൈസ് ഗോഡ്. അത് ഹല്ലേലൂയ മാരത്തോൺ റണ്ണേഴ്സ് അല്ലെങ്കിൽ ചില ഒളിമ്പ്യൻസ് ഉണ്ടല്ലോ, ഹല്ലേലൂയ, അവളുടെ ഫുൾ ലൈഫ് ഒരു ഗോൾഡ് മെഡൽ കിട്ടാൻ വേണ്ടി ജീവിതത്തിൽ ചെയ്യുന്ന പ്രാക്ടീസിന് പറയുന്നതാണ് എൻഡ്യൂറൻസ്. ആ ജീവിതത്തിൻ്റെ ഗെയിമിലും ഈ എൻഡ്യൂറൻസ് നമുക്കുണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കും? അത് നാം പഠിച്ചെടുക്കണേ. എൻഡ്യൂറൻസ്, സഹിഷ്ണുത നിലനിൽക്കുന്ന അവസ്ഥയാണ്, ശാശ്വതമായൊരവസ്ഥയാണ്. ആ എൻഡ്യൂറൻസ് നമുക്കുണ്ടോ? ജീവിതത്തിൽ കൂടുതൽ എൻഡ്യൂറൻസ് നാം നേടിയെടുക്കുമ്പോൾ, പഠിച്ചെടുക്കുമ്പോൾ, മനസ്സിലാക്കിയെടുക്കുമ്പോൾ നാം ഒന്നുകൂടെ ശക്തന്മാരായിട്ട് വളരുകയാണെന്ന് ഓർത്തോണം. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ടൈമിങ്ങിനെ നാം അക്സെപ്റ്റ് ചെയ്യും. തന്നെയുമല്ല, എന്തിനു വേണ്ടി നാം വെയിറ്റ് ചെയ്യുന്നു, ഏത് പർപ്പസിന് വേണ്ടി നാം വെയിറ്റ് ചെയ്യുന്നു, അതിനെ തിരഞ്ഞെടുത്ത് കൂടുതൽ വിശ്വസിപ്പാൻ അത് നമ്മെ പ്രാപ്തരാക്കും. അതുകൊണ്ട് ചില സ്വപ്നങ്ങളൊക്കെ സത്യമാകേണ്ടതിന് വേണ്ടി, പൂർത്തീകരിക്കപ്പെടേണ്ടതിന് വേണ്ടി വെയിറ്റ് ചെയ്തേ. ചിലപ്പോൾ ഒരു ജോലി ആയേക്കാം, ചിലപ്പോൾ ഒരു കുഞ്ഞിന് വേണ്ടിയായിരിക്കാം, ചിലപ്പോൾ ഒരു കൂട്ടാളിയെ ലഭിക്കുന്നതിന് വേണ്ടി ആയിരിക്കാം, ഇൻടാഞ്ചിബിൾ തിങ്സ് ഇൻ ലൈഫ് ആയിരിക്കാം, ഹീലിംഗ്, പീസ്, ജോയ്, ഇതിനു വേണ്ടിയായിരിക്കാം. പല സീസണിൽ നാം വെയിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ തീർച്ചയായിട്ടും അത് തീർന്നു കഴിയുമ്പോൾ നീ ഓർക്കും, എല്ലാം തീർന്നു. ഇല്ല ദൈവപൈതലേ, അപ്പോഴേക്ക് അടുത്തത് നിൻ്റെ ജീവിതത്തിൽ വരും. ഡെവലപ്പിംഗ് എൻഡ്യൂറൻസ് ഈസ് നൈദർ ഈസി നോർ കംഫർട്ടബിൾ. പക്ഷേ അത് വലിയേറിയതാണ്. അതായത് എൻഡ്യൂറൻസ് ഡെവലപ്പ് ചെയ്യുന്നത് ഈസി അല്ല, അതത്ര സുഖകരവുമല്ല, ഒട്ടും സുഖകരമല്ല. പക്ഷെ അതിനൊരു വിലയുണ്ട് നീ പഠിച്ചെടുത്താൽ. പിതാവിൻ്റെ നന്മ, അവൻ നമുക്ക് വേണ്ടി വച്ചിരിക്കുന്ന ആ വഴി, അത് ഡിമ്മാണെന്ന് തോന്നിയാലും വിശ്വാസത്തിൽ വളരുവാൻ അത് നമ്മെ സഹായിക്കും. ചിലപ്പോൾ നമ്മുടെ മുമ്പിൽ ചില മലകളെ അവൻ സമഭൂമിയാക്കി മാറ്റിത്തരും. എന്നാൽ ചില സമയം അവൻ ഒന്നും ചെയ്യാതിരിക്കുമെന്ന് നമുക്ക് തോന്നുമ്പോഴും നമ്മൾക്ക് പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് റെസ്റ്റ് ചെയ്യുവാൻ തക്കവണ്ണം കഴിയണം. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് ആ മല കയറുവാനുള്ള ശക്തി ആർജിക്കണം.
അങ്ങനെ നാം ചെയ്യുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന്. എന്തുകൊണ്ടാണ്? ഗോഡ് വേസ്റ്റ് നത്തിങ്. ആൻഡ് ഇൻ എൻഡ്യൂറൻസ് വി ബിൽഡ് ക്യാരക്ടർ. നമ്മളുടെ ക്യാരക്ടർ നാം ബിൽഡ് ചെയ്തെടുക്കുക. അതിനുവേണ്ടി സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. അപ്പാ, നീ ഞങ്ങളെ പഠിപ്പിക്കുന്ന വഴികൾക്കായിട്ട് സ്തോത്രം. നിൻ്റെ ഗുഡ്നെസ് കാണുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. സ്വർഗത്തിലെ ആത്മീയ അനുഗ്രഹങ്ങളാൽ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവകൃപയിൽ ആശ്രയിപ്പാനും ദൈവസ്നേഹത്തിൽ നിറഞ്ഞു നിൽപ്പാനും നീ ഞങ്ങളെ സഹായിക്കണമേ. എൻഡ്യൂറൻസ് എന്ന വാക്കിൻ്റെ അർത്ഥം ആഴത്തിൽ മനസ്സിലാക്കി അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഡെവലപ്പ് ചെയ്തെടുക്കുവാൻ തക്കവണ്ണം നടത്തുന്ന എല്ലാ വഴികൾക്കായിട്ടും അവസ്ഥകൾക്കായിട്ടും സ്തോത്രം. കർത്താവ്, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.